അഭിലാഷ്, അക്ബർ, ഒനിൽ 3 പേരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. പറയുകയാണ്, അവന്മാരെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ. അവന്മാരൊന്നും ഇനി വളരണ്ട. അവനെ ഇനി നമുക്ക് അവൻ്റെ വളർച്ച നിർത്തണം. ഒനിൽ പറയാണ്, ജിഷിൻ ഒറ്റപ്പെടലായിരുന്നു, പട്ടിണി കിട്ടുന്നെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒറ്റപ്പെടലായിരുന്നു. അഭിലാഷ് പറയാണ്, ഇവനെയൊക്കെയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഇവനിവിടെ വന്നിട്ട് ഇത്രയും നാളാണൊക്കെ ഇതുവരെ നോമിനേഷന് വന്നിട്ടില്ലല്ലോ. അവനെയൊക്കെ നോമിനേഷനിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അറിയാം. അവൻ വന്നിട്ട് 3 ആഴ്ചയായി, ഇതുവരെ നോമിനേഷന് വന്നിട്ടില്ലെന്ന് അഭിലാഷ് പറഞ്ഞു. അപ്പോൾ ഒനിൽ പറയാം, ജിഷിനെയൊന്നും ഇനി വളർത്തരുത്, അവനെയൊന്നും ഇനി വളരാൻ അനുവദിക്കരുത്. ഒനിൽ പറയുകയാണ്, ജിഷിൻ്റെ എനിക്ക് നന്നായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേരുടെയും കൂടി ഇപ്പോഴത്തെ ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിനെയൊക്കെ ഇനി നോമിനേഷനിലിട്ട് ഒരേ ആരെ ഇനി വളരാൻ അനുവദിക്കരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അക്ബറിൻ്റെ ടീമിലിരുന്ന ഓരോ വ്യക്തികളും എവിക്റ്റഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അക്ബറിൻ്റെ ടീമിലുണ്ടായിരുന്ന അപ്പാനി വീട്ടിൽ പോയി, ശൈത്യ വീട്ടിൽ പോയി, ഇപ്പോൾ ദാ റെനയും വീട്ടിൽ പോയി. ഇനി ഇവർ ഈ ടീമിലിരിക്കുന്ന ഒനിലും നമ്മുടെ അഭിലാഷുമാണ്. ഇവരിൽ ആരാണ് അടുത്ത ആഴ്ച എവിക്റ്റഡായി പോകുന്നതെന്ന് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അക്ബറിൻ്റെയൊക്കെ ടീമിൽ ശൈത്യ കയറിയപ്പോഴേ ഔട്ടായി. അതുപോലെ റെന അക്ബറിൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരാളാണ്. സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ അഭിലാഷിൻ്റെ കുത്തിത്തിരിപ്പാണ്. എല്ലാവരുടെ അടുത്ത് പോയി സംസാരിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കും. എവിക്റ്റഡായി പുറത്തു പോയ റെന പറയുകയുണ്ടായി, അപ്പാനിയും അക്ബറും കൂടിയാണ് അനുമോൾക്കെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ റെനയെ കുത്തിത്തിരിപ്പുണ്ടാക്കി പറഞ്ഞയച്ചത്. അതുപോലെ ആര്യനെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ റെനയെ പറഞ്ഞു വിട്ടത് ബിന്നിയാണ്. അതുപോലെ ഇരുന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള പരിപാടിക്കുള്ള ചർച്ചയാണ് അഭിലാഷും ഒനിലും ഇപ്പോൾ അക്ബറൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട്, ഞാൻ വെസലിൽ നിന്നോളാം, പ്രശ്നം വരുന്നെന്നുണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും നല്ലതെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. ആര്യൻ വരും, എന്നാലും ആര്യന് ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് അക്ബർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പിന്നെ നിന്നെ ക്യാപ്റ്റൻ ആക്കിയത് ബാക്കിയുള്ളവർ പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അനീഷ് ഈ വിഷയത്തിൽ ന്യൂട്രൽ കളിക്കുമെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പം ഒന്നിൽ പറയാണ്, അനീഷ് ന്യൂട്രൽ കളിച്ചു കഴിഞ്ഞാൽ അനീഷിനെ നമ്മൾ നോമിനേറ്റ് ചെയ്യും, അതൊരു കാരണമായി. അനീഷ് എന്തായാലും ആര്യനെ അടുപ്പിക്കത്തില്ലെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് പറഞ്ഞത്. അക്ബർ പറയാണ്, ജിഷിൻ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, നമ്മളെ ജിഷിനെ പട്ടിണിക്കിടാൻ ശ്രമിച്ചു എന്നുള്ളത്. നമ്മൾ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ. ജിഷിനെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചതാ ജിസേലെന്ന് ഒന്നിൽ പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയാണ്, ഞാൻ പിന്നെ സംസാരിച്ചാൽ അത് വലിയ വിഷയമാവും, പിന്നെ അവൾക്ക് പുറത്ത് വലിയ ബാഡടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാഞ്ഞത്. അവൾ പുറത്ത് PR കൊടുത്തിട്ടിട്ടുണ്ട്, നല്ലതുപോലെ പണിയെടുക്കട്ടെ PR. ഒന്നിൽ പറയുകയാണ്.